നമ്മുടെ ധാരണ പച്ചക്കറികളെല്ലാം നല്ലതാണെന്ന് അത് വളരെ തെറ്റായ ധാരണകളാണ്. അതിനകത്ത് പച്ചക്കറി നമ്മുടെ പ്രശ്നം എന്താ എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയുർവേദത്തിനെ ഞാൻ ചീത്ത വിളിക്കുകയല്ല. ആയുർവേദത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ എന്താ പുരാതനകാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇവിടെ നിന്നുണ്ടായ സാധനമാണെന്നൊക്കെ പറയുകയും അതിനകത്ത് റിസർച്ച് നടത്താതിരിക്കുകയും ചെയ്യും അല്ലേ. ആ അലോപ്പതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോളിക്യൂൾ ഒരാളിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മരുന്ന് ഒരു ഘടകം ഒരാളിൽ നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള റിസർച്ച് മെക്കാനിസത്തിൽ കൂടെ നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഗവേഷണം നടക്കാത്തൊരു കാര്യത്തിന് നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ പച്ചതയുടെ കാര്യവും പറയുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ സെലിബ്രിറ്റീസ് പറയുന്ന ഒരു സംഗതിയാണ് ഇത് ഡോക്ടറിന്റെ മേഖലയിൽ അതായത് മൂത്രം കുളിക്കാമെന്ന് പറയുന്നത്. ഇപ്പം ഈ അടുത്തിടയ്ക്ക് പരേഷ് റാവൽ അതെന്താണ് ബോഡിയിൽ സംഭവിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും വയറ്റിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം? നമ്മുടെ അലോപ്പതിയിൽ അങ്ങനെ ഒരു പഠനങ്ങളെ നടന്നിട്ടില്ല. നടന്നിട്ടുള്ള പഠനങ്ങൾ ഒരുപക്ഷെ ഈ സ്റ്റൂൾസിൻ്റെ അംശം ഉള്ളിൽ ചെന്നാൽ ചില മാറ്റങ്ങളുണ്ടാകുന്ന ഈ അടുത്ത കാലത്തായിട്ട്, പ്രത്യേകിച്ചും സിറോസിസിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൂൾ തെറാപ്പിയൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ മൂത്രത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഗവേഷണം നടന്നിട്ടേ ഇല്ല. മാജിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞ പലതരം സാധനങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ, അതിന്റെ റിയാലിറ്റി എന്താണ്? അതിന്റെ സ്കോപ്പ് ഉണ്ടോ? മാജിക് ഡ്രഗ്സ് ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഗവേഷണം നടക്കാത്ത ഒരു മേഖലയും അംഗീകരിക്കുന്ന ഒരു വിഭാഗമല്ല അലോപ്പതി എന്ന് പറയുന്നത്. ഗവേഷണം നടന്ന് നിങ്ങളതിന് പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാജിക് ഡ്രഗ്സ് ആയാലും അതിനപ്പുറത്തുള്ള ഡ്രഗ്സ് ആയാലും നമ്മൾ അംഗീകരിക്കും. പക്ഷേ അല്ലാതുള്ള ഒരു ക്ലെയിംസിനെ നമ്മൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. ഡോക്ടർ ബി, കാലാകാലങ്ങളായിട്ടുള്ള അനുഭവ പാരമ്പര്യത്തിൽ നിന്നാണല്ലോ ആയുർവേദവും മറ്റ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ഒക്കെ നിൽക്കുന്നത്. ഈ അനുഭവങ്ങളെല്ലാം നമുക്ക് നിരാകരിക്കാൻ പറ്റും? ഇല്ല, അനുഭവങ്ങളിൽ കൂടുതൽ റിസർച്ച് നടത്തണമെന്ന് നമ്മൾ പറഞ്ഞോളൂ. അനുഭവങ്ങൾ അതുപോലെ തന്നെ നിന്നോട്ടെ, പക്ഷെ അതിനകത്തുള്ള ടോക്സിസിറ്റിയെ പറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റിനെ പറ്റി ഒരിക്കലും നിങ്ങൾ റിസർച്ച് നടത്തിയിട്ടില്ല. ഈ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അനുഭവങ്ങൾ കൈമാറി വന്നിട്ടുള്ളതിന് ഇത് മാത്രമേ ഉള്ളൂ. ഒരു അലോപ്പതിയാണ് ഒരു പരിധി വരെ. ഇപ്പോൾ ശരീരശാസ്ത്രത്തെ പറ്റി പഠിക്കുന്നതും ഫിസിയോളജിയെ പറ്റി പഠിക്കുന്നതും ഘടനയെ പറ്റി പഠിക്കുന്നതൊക്കെ നമ്മുടെ ബുക്കുകളാണ്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഭാഗം വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോകും. ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ലിവറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം പറയാം. നിരന്തരമായിട്ട് ഒരു അരിഷ്ടം കഴിച്ചിട്ട് ഞാൻ സ്പെസിഫിക്കായിട്ട് ആ പേഷ്യൻ്റെ അടുത്ത് ഇന്നത് കഴിച്ചിട്ടാണോ എന്ന് പോലും ചോദിച്ചു. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു പെട്ടെന്ന് ലിവർ സിറോസിസിലോട്ടോ അല്ലെങ്കിൽ ലിവർ ഡിസീസിലോട്ടോ കാര്യങ്ങൾ പോകുന്നത് നമ്മൾ സാധാരണ ഇത് ചെയ്യാറുണ്ട്. ഇതിന് പിൽക്കാലത്തിലൊക്കെ നിങ്ങൾക്ക് പണ്ട് കാലത്ത് എന്തെങ്കിലും ജോണ്ടിസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ ഏതെങ്കിലും ഘടകങ്ങളുണ്ടോ, ജനിതകമായിട്ടുണ്ടോ, പാരമ്പര്യമായിട്ടുണ്ടോ, ഇതെല്ലാം തെരഞ്ഞ് നോക്കുമ്പം ഒരറ്റത്ത് ചെല്ലുമ്പോൾ ഒന്നുകിലൊരു സ്ഥിരമായ കഷായോ ഒരു കാര്യങ്ങളോ കഴിച്ചിട്ടുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള അവരുടേത് തന്നെ ആയിട്ടുള്ള ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഈ അടുത്ത കാലത്ത് പോലും ഒരു സിറോസിസ് നമ്മൾ കണ്ടുപിടിച്ചു ഈ സ്ഥിരമായിട്ടും. അത് പക്ഷേ നമുക്ക് അതിനകത്ത് റിസർച്ച് ചെയ്യാതെ നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന കുറേ ബാക്ടീരിയകളുണ്ട്. ഈ വേണ്ടാത്ത ബാക്ടീരിയകളെ ചെറുത്ത് നിൽക്കുന്നതും ഈ വേണ്ടുന്ന ബാക്ടീരിയകളാണ്. ഈ വേണ്ടുന്ന ബാക്ടീരിയയുടെ ഈ പറയുന്ന ഫെർമെൻറ്റേഷൻ കൂടി ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നുണ്ട്. തൈരിലൂടെയൊക്കെ ലാക്ടോബാസിലസ് അതൊക്കെ തൈരിലൂടെയൊക്കെ ഫെർമെൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് ബാക്കിയുള്ള ഈ പുറത്തുനിന്നുള്ള ആക്രമണം നടത്തുന്ന ആൾക്കാരെ ചെറുത്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ കൊടുക്കുന്നതിനാണ് ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫെർമെൻറ്റേഷൻ കൊണ്ട് പ്രയോജനങ്ങളുണ്ട്. ഹോമിയോ മെഡിസിൻസ് എത്രത്തോളം എഫക്റ്റീവാണ്? അല്ല, അതുകൊണ്ടല്ല പലപ്പോഴും ഈ സപ്ലിമെന്ററി ആയിട്ടോ അല്ലെങ്കിൽ മറ്റേ വിശ്വാസമൊക്കെ നഷ്ടപ്പെടുമ്പോഴും ആൾക്കാർ ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിൽ പോകും. ഈ ഹോമിയോ മെഡിസിൻ ഭയങ്കര വൈഡായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഈശ്വരനെ വിളിക്കാറില്ല. ഈശ്വരൻ ഉണ്ട് നമ്മൾ ഒരിക്കലും പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഹോമിയോയുടെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒന്നുമില്ലാത്തൊരു ഘട്ടത്തിൽ നമ്മൾ നിരാലംബരായിട്ട് നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ പിടിവള്ളിക്ക് വേണ്ടിയിട്ട് പിടിക്കുന്നതാണ്. അതിനകത്ത് ശാസ്ത്രീയത ഉണ്ടോ എന്ന് ചോദിച്ചാൽ തുലവും ഇല്ല എന്ന് തന്നെ പറയാം.
ഈ ഹോമിയോ മെഡിസിൻസിന്. അവരെല്ലാം കൂടെ എന്നെ കയറി പൊങ്കാലയുടെ പക്ഷെ ഹോമിയോ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റൻസസ് ഇല്ലല്ലോ. മാത്രമല്ല ഹോമിയോ ആണ് തുടക്കം, ഹോമിയോയിൽ നിന്നാണല്ലോ മോഡേൺ മെഡിസിൻ പോലും വരുന്നത്. അതെ അതെ. നമ്മൾ എങ്ങനെയാ ഹോമിയോ കംപ്ലീറ്റ് ഹോമിയോയുടെ ശരിക്കും പറഞ്ഞ കൺസെപ്റ്റ് അതിൻ്റെ മൈക്രോ ലെവലിലോട്ട് പോയതിൻ്റെ ഏറ്റവും ചെറിയ ഘടകം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ക്യൂർ ചെയ്യാൻ, ആ കൺസെപ്റ്റ് നമ്മുടെ ശാസ്ത്രീയതയ്ക്ക് എതിരാണ്. നമ്മുടെ ശാസ്ത്രം അങ്ങനെ പറയുന്നില്ല. നിങ്ങളെ ഒരു ഏറ്റവും മൈക്രോ എലിമെൻറ്റ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളെ ക്യൂർ ചെയ്യിക്കാൻ പറ്റും എന്നൊരു ശാസ്ത്രം ഞങ്ങൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹോമിയോക്കെതിരായിട്ട്. പക്ഷേ അത് എഫക്റ്റീവ് ആവുന്നത് എങ്ങനെയാണ്? പിന്നെ എനിക്കതിന് ആൻസർ ഇല്ല. പക്ഷേ എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. സമൂഹത്തിന് നല്ലതായിട്ട് തോന്നുന്ന എല്ലാം നല്ലത് തന്നെയാണ്. ഇല്ല, അതിൻ്റെ സൈഡ് എഫക്റ്റിന് അപ്പുറത്തേക്ക് അവരുടെ പ്രതീക്ഷ നശിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിസ്റ്റം മെഡിസിൻ പോയി അടുത്ത സിസ്റ്റം ഓഫ് മെഡിസിൻ അവലംബിക്കുമ്പോൾ അത് എഫക്റ്റീവ് ആവാതെ അവർ നിരാലംബരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഡോക്ടർ, അതുപോലെ സ്ത്രീകളുടെ ഇടയിലുള്ള ക്യാൻസർ കൂടി വരുന്നു എന്നുള്ളതല്ലേ ഫാക്ട്? അത് സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ഈ അവയവങ്ങൾ എക്സ്ട്രാ ഉണ്ടായതുകൊണ്ട് അവർക്ക് ക്യാൻസേഴ്സ്, ഇപ്പോൾ യൂട്രസ്, അവർക്ക് അവയവം, ഓവറി അവർക്ക് അധികം കൂടുതലായിട്ടുണ്ടായതുകൊണ്ട് അതിനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് ആ നമ്പർ കൂടി. ബ്രസ്റ്റ്, അപ്പോൾ ആ ബ്രസ്റ്റ് സ്ത്രീകൾ കൂടുതലായത് എന്ന് വെച്ചാൽ അവർക്കാണ് അവരുടെ ഇതെന്നുള്ളത് കൊണ്ട് ആ ക്യാൻസേഴ്സ് കൂടുതലാണ്. നമ്പേഴ്സ് കൂടുതൽ. പക്ഷേ ഞങ്ങളുടെ GI സർജറി നോക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളില്ല. അതായത് സെക്സ് വെച്ചിട്ട് മാറ്റി നിർത്താവുന്ന അവയവങ്ങളില്ല, മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾക്ക് പുരുഷന്മാരിലാണ് കൂടുതൽ. ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ക്യാൻസർ നോക്കുമ്പോൾ പുരുഷന്മാരിലാണ് കൂടുതൽ. അതാ പറഞ്ഞത്. അതിൽ ജെൻഡർ വരാനുള്ള കാരണം എന്തായിരിക്കും? അത് കൂടുതലും ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ആവാം. ഫുഡ് ഹാബിറ്റ്സ്, ടോക്സിക് എൻവയോൺമെന്റിനുള്ള എക്സ്പോഷർ കൂടുതൽ പുരുഷന്മാരായിരിക്കും കൂടുതൽ. എൻ്റെ റീജിയനല്ല. അവർ ഗൈനക്കോളജിസ്റ്റ് പറയുന്ന അനുസരിച്ച് ചെയ്തു കൊടുക്കും, സർജറി ചെയ്തു കൊടുക്കും, പ്രത്യേകിച്ച് ലാപ്രോസ്കോപ്പി സർജറി ചെയ്തു കൊടുക്കും. പക്ഷേ അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം അവരുടെ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കുന്നു. പുരുഷന്മാരിലെ ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ കൂടുതലായി ഡിറ്റക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതെ, ഇപ്പോൾ അതിൻ്റെയും കാരണം ഒബേസിറ്റിയാണ്. ഒബേസിറ്റി ആണ് ഗൈനക്കോമാസ്റ്റി എന്ന് പറയുന്ന സംഭവം. ഗൈനക്കോമാസ്റ്റി ഉള്ളവർക്കാണ് കൂടുതലും ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത്. അപ്പോൾ അത് ഈ ഒബേസിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ് കൂടുതലും ഈ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഇൻ മെയിൽസ് കൂടുതൽ വരുന്നത്. പക്ഷേ കഴിഞ്ഞ കാലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും കൂടുതലാണ്. സർജറിയിൽ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്? ഈ വെയിറ്റ് റിഡക്ഷൻ, ഒബേസിറ്റി റിഡക്ഷൻ, അത് വേറെ എൻറ്റയർലി ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. സർജറി ഇല്ലാതെ വെയിറ്റ് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ട്. വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള മോട്ടോ എന്ന് പറഞ്ഞാൽ. ഇനി സർജറി കൊണ്ടിട്ട് വെയിറ്റ് കുറയ്ക്കുന്ന മാർഗ്ഗങ്ങളുണ്ട്.